അടുത്ത് ഓവർ ഡിറ്റർമൈൻഡ് ആൻഡ് അൺഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് പറഞ്ഞിട്ടുള്ള സെക്ഷനാണ്. സ്റ്റാർട്ട് ചെയ്യാം. ദി ലീനിയർ സിസ്റ്റം വിത്ത് മോർ കൺസ്ട്രെയിൻസ് ദാൻ അൺനോൺസ്, ദാറ്റ് ഈസ് ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷൻസ് വെർ ദി നമ്പർ ഓഫ് ഇക്വേഷൻസ് ഈസ് മോർ ദാൻ ദി നമ്പർ ഓഫ് അൺനോൺസ് ഈസ് കോൾഡ് ഓവർ ഡിറ്റർമൈൻഡ് സിസ്റ്റം. അതായത് നമ്മുടെ ലീനിയർ സിസ്റ്റത്തിൽ കൺസ്ട്രെയിൻസിനേക്കാളും കൂടുതൽ കൺസ്ട്രെയിൻസ് ആണ് അൺനോൺസിനേക്കാളും കൂടുതൽ എന്ന് വിചാരിക്കാം. അതായത് ഒരു ലീനിയർ സിസ്റ്റം ഓഫ് ഇക്വേഷനിൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും കൂടുതലാവാം. അതായത് നമ്പർ ഓഫ് വേരിയബിൾസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇപ്പം നമ്മൾ AX=B എന്ന് എഴുതാണ്. AX=B എന്ന് എഴുതുമ്പോൾ അതിൽ എക്സ് എന്താ, X1 X2 എക്സെട്ര എക്സ് എന്നാണ്. അപ്പോൾ ഇതാണ് എന്ത്, അൺനോൺസ്. നമുക്ക് കണ്ടെത്തേണ്ടതാണിത്. അപ്പോൾ അൺനോൺസിനേക്കാളും കൂടുതലായിട്ട് നമ്മളുടെ ഇക്വേഷൻസ് വരികയാണെന്ന് വിചാരിക്കാം. ഓക്കെ, അതിനാണ് നമ്മൾ എന്ത് പറയുക, ഓവർ ഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് പറയാം. ഓക്കെ, ഓവർ ഡിറ്റർമൈൻഡ് പറഞ്ഞാൽ നമ്പർ ഓഫ് ഇക്വേഷൻസ് ഈസ് ഗ്രേറ്റർ ദാൻ നമ്പർ ഓഫ് അൺനോൺസ്. ദെൻ നെക്സ്റ്റ്, ദി ലീനിയർ സിസ്റ്റം വിത്ത് ഫ്യൂവർ കൺസ്ട്രെയിൻസ് കുറവ് ദാൻ അൺനോൺസിനേക്കാളും കുറവാണ് കൺസ്ട്രെയിൻസ്. അതായത് ഇക്വേഷൻസ്, നമ്പർ ഓഫ് ഇക്വേഷൻസ് എന്തിനേക്കാളും കുറവാണ്, നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും കുറവാണെങ്കിൽ നമ്മൾ എന്ത് പറയും, ഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് പറയും. ഓക്കെ, അണ്ടർ ഡിറ്റർമൈൻഡ് സിസ്റ്റം. അപ്പോൾ ഓവർ ഡിറ്റർമൈൻഡ് സിസ്റ്റം, അണ്ടർ ഡിറ്റർമൈൻഡ് സിസ്റ്റം അങ്ങോട്ടും ഇങ്ങോട്ടും മാറിപ്പോയത്. നമ്പർ ഓഫ് ഇക്വേഷൻസ് കൂടുതലുള്ളതിനെ നമ്മൾ ഓവർ ഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് പറയും. നമ്പർ ഓഫ് ഇക്വേഷൻസ് കുറവുള്ളതിന് അണ്ടർ ഡിറ്റർമൈൻഡ് സിസ്റ്റം എന്ന് പറയും, വിത്ത് റെസ്പെക്ട് ടു നമ്പർ ഓഫ് അൺനോൺസ്. ഓക്കെ, ദെൻ ഒരു തിയറാണ്. ലെറ്റ് എ ബി ആൻ M/N മെട്രിക്സ്. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരു M/N മെട്രിക്സ് ആണ്. ഫസ്റ്റ് കേസ് ഓവർ ഡിറ്റർമൈൻഡ് കേസാണ്. അപ്പോൾ എന്താണ്, അവിടെ നമ്പർ ഓഫ് ഇക്വേഷൻസ് കൂടുതലാണ്. ഇഫ് M ഗ്രേറ്റർ ദാൻ പറഞ്ഞാൽ നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിനേക്കാളും വലുതാണ്. ദെൻ ദി ലീനിയർ സിസ്റ്റം AX=B ഈസ് ഇൻകൺസിസ്റ്റൻറ്റ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ വെക്റ്റർ B ഇൻ R. അപ്പോൾ AX=B എന്ന് പറഞ്ഞാൽ നമ്മുടെ ലീനിയർ സിസ്റ്റം എന്തായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഫോർ അറ്റ്ലീസ്റ്റ് വൺ വെക്റ്റർ, ഏതെങ്കിലും ഒരു വെക്റ്ററിലെങ്കിലും അതെന്തുണ്ടായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. ഓക്കെ, അപ്പോൾ ആദ്യം നമുക്ക് അതിൻ്റെ പ്രൂഫ് നോക്കാം. അത് കഴിഞ്ഞിട്ട് സെക്കൻഡ് പാർട്ട് പറയാം. ലെറ്റ് എ ബി ആൻ M/N മെട്രിക്സ് വേർ M ഗ്രേറ്റർ ദാൻ N. നമുക്ക് തന്നിട്ടുള്ളത് എഴുതി. എ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, ഒരു M/N മെട്രിക്സ് ആണ്. അതായത് N കോളംസ് ആൻഡ് കോളം വെക്റ്റേഴ്സ് ഫോം എ സബ്സെറ്റ് ഓഫ് R. RMൻ്റെ സബ്സെറ്റ് ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കോളം വെക്റ്റേഴ്സ് കൊണ്ട് നമുക്കൊരു RMന് സബ്സെറ്റ് ഉണ്ടാക്കാം. സിൻസ് M ഗ്രേറ്റർ ദാൻ N ആൻഡ് ഡയമെൻഷൻ ഓഫ് RM ഈസ് M, ഇറ്റ് ഫോളോസ് ദാറ്റ് ദി കോളം വെക്റ്റേഴ്സ് ഓഫ് എ കനോട്ട് സ്പാൻ RM. നമുക്ക് എന്ത് പറയാം, കോളം വെക്റ്റേഴ്സ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ RMനെ സ്പാൻ ചെയ്യില്ല. കാരണം എന്താ, അവിടെ M എന്ന് പറഞ്ഞത് എന്താണ്, ഗ്രേറ്റർ ദാൻ N ആണ്. അപ്പോൾ Mനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, കോളം വെക്റ്റേഴ്സ്, എയുടെ കോളം വെക്റ്റേഴ്സ് പറഞ്ഞാൽ N ഡയമെൻഷനാണ്. അതുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, RMനെ ഉണ്ടാക്കാൻ പറ്റില്ല. ഓക്കെ, ഹെൻസ് ദർ ഇസ് അറ്റ്ലീസ്റ്റ് വൺ വെക്റ്റർ B ഇൻ RM. ഒരു B എന്ന് പറഞ്ഞൊരു വെക്റ്റർ എടുത്തു നമ്മൾ RMൽ, വിച്ച് കനോട്ട് ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ ഓഫ് കോളം വെക്റ്റേഴ്സ് ഓഫ് A. അപ്പോൾ M എന്ന് പറഞ്ഞത് Nനേക്കാളും വലുതായതുകൊണ്ട് ഈ കോളം വെക്റ്റേഴ്സ് കൊണ്ട് നമുക്ക് എന്തുണ്ടാക്കാൻ പറ്റില്ല, RM ഉണ്ടാക്കാൻ പറ്റില്ല, R⁻M ഉണ്ടാക്കാൻ പറ്റില്ല. സോ നമുക്ക് എന്ത് പറയാം, അങ്ങനെ ഉണ്ടാക്കാൻ പറ്റില്ല. ലീനിയർ കോമ്പിനേഷൻ ആക്കിയിട്ട് ഈ N കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ കോമ്പിനേഷൻ ആക്കാതെ തന്നെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു വെക്റ്റർ Bനെ നമുക്ക് ചൂസ് ചെയ്യാൻ പറ്റും. ഓക്കെ, പിന്നെ N കോളം വെക്റ്റേഴ്സിൻ്റെ ലീനിയർ എക്സ്പാൻഷനായിട്ട് എഴുതാതെ നമുക്കൊരു എന്തിനെ ചൂസ് ചെയ്യാം, ഒരു Bനെ ചൂസ് ചെയ്യാൻ പറ്റും, വിച്ച് കനോട്ട് ബി റിട്ടൺ ആസ് എ ലീനിയർ കോമ്പിനേഷൻ. നമ്മൾ ചൂസ് ചെയ്തു. ഫോർ എനി സച്ച് B ഈസ് നോട്ട് ഇൻ ദി കോളം സ്പേസ് ഓഫ് A. B എന്തിലില്ല, കോളം സ്പേസിലില്ല. ആൻഡ് സോ ദി സിസ്റ്റം AX=B ഈസ് ഇൻകൺസിസ്റ്റൻറ്റ്. അപ്പോൾ നമുക്ക് എന്ത് പറയാം, B ഒരു കോളം സ്പേസിലില്ലെങ്കിൽ അതെന്തായിരിക്കും, ഇസ് ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. അതൊരു ഇൻകൺസിസ്റ്റൻ്റ് ആണ്. അപ്പോൾ എന്താണ്, AX=B എന്ന് പറഞ്ഞാൽ ഇൻകൺസിസ്റ്റൻ്റ് ആണ് ഫോർ അറ്റ്ലീസ്റ്റ് വൺ വെക്റ്റർ. അപ്പോൾ നമുക്ക് കിട്ടിയില്ലേ, അറ്റ്ലീസ്റ്റ് വൺ വെക്റ്ററിൽ B എങ്കിലും എന്തായാലും ഉണ്ടാവും. എന്തായിട്ട്, AX=B എന്ന് പറഞ്ഞത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്നുള്ള രീതിയിൽ. ഓക്കെ, ഇനി അടുത്ത അണ്ടർ ഡിറ്റർമൈൻഡ് കേസ്. ഇഫ് M ലെസ് ദാൻ N, M എന്തായിരിക്കും, ലെസ് ദാൻ N ആയിരിക്കും. കാരണം എന്താ, നമ്പർ ഓഫ് റോസ് നമ്പർ ഓഫ് കോളത്തിനേക്കാളും ചെറുതായിരിക്കും. അണ്ടർ ഡിറ്റർമൈൻഡ് പറഞ്ഞാൽ എന്താ, ഇക്വേഷൻസ് കുറവായിരിക്കും. സോ ഫോർ ഈച്ച് വെക്റ്റർ, ഏതെങ്കിലും ഒരു വെക്റ്ററെങ്കിലും എന്തുണ്ടാവും, RMൽ ഉണ്ടാവും. ദി ലീനിയർ സിസ്റ്റം AX=B ഈസ് എയ്തർ ഇൻകൺസിസ്റ്റൻറ്റ് ഓർ ആസ് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻ. ഒന്നുകിൽ അതെന്തായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ അതിൽ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കൺസിസ്റ്റ് ചെയ്യുന്ന രീതിയിൽ. അപ്പോൾ നോക്കുക, എ എന്ന് പറഞ്ഞത് ഒരു M/N മെട്രിക്സ് ആണ്. M ലെസ് ദാൻ N ആണ്. ഫോർ എനി വെക്റ്റർ, നമ്മളൊരു B എന്ന് പറഞ്ഞത് RMൽ ചൂസ് ചെയ്തു.
നമുക്ക് രണ്ട് പോസിബിലിറ്റി ആണുള്ളത്. ഒന്നുകിൽ ആ സിസ്റ്റം കൺസിസ്റ്റൻ്റ് ആയിരിക്കും, അല്ലെങ്കിൽ എന്തായിരിക്കും, ഇൻകൺസിസ്റ്റൻ്റ് ആയിരിക്കും. പക്ഷെ നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് എടുക്കുക, ദെൻ ദി പ്രൂഫ് ഈസ് കംപ്ലീറ്റ്. അതായത് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ എടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് എന്ത് പറയാം, ആ പ്രൂഫ് കംപ്ലീറ്റ് ആണെന്ന് പറയാം. സപ്പോസ് ദി സിസ്റ്റം AX ഈക്വൽ ടു B, ദി പ്രൂഫ് ഈസ് കംപ്ലീറ്റ് എന്ന് പറയാം. നമ്മൾ ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് എടുത്തിട്ട് ചെയ്യുകയാണ്. ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് നമുക്ക് ചെയ്താൽ മതി, കാരണം ഒന്നുകിൽ കൺസിസ്റ്റൻ്റോ അല്ലെങ്കിൽ ഇൻകൺസിസ്റ്റൻ്റോ ആണ്. കൺസിസ്റ്റൻറ്റ് ഓർ ഇറ്റ്സ് ഇൻകൺസിസ്റ്റൻ്റ് ആണ്. ഓക്കെ, അപ്പോൾ നമുക്ക് ഇൻകൺസിസ്റ്റൻ്റ് ആണെന്ന് നമ്മൾ പ്രൂവ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടി, ആ പ്രൂഫ് കംപ്ലീറ്റ് ആവും. ഇൻകൺസിസ്റ്റൻ്റ് ആണ് പ്രൂവ് ചെയ്താൽ അത് കൺസിസ്റ്റൻ്റ് അല്ല, പക്ഷെ എന്താണ്, അതിൽ ഫൈനറ്റ്ലി മെനി എലമെൻറ്റ്സ് ഉണ്ടെന്ന് പറയാം. സോ നമ്മൾ എന്താണ് പ്രൂവ് ചെയ്യുന്നത്, കൺസിസ്റ്റൻറ്റ് ഓർ അതേപോലെ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷന് പകരം നമ്മൾ പ്രൂവ് ചെയ്യുന്നത് ആ സിസ്റ്റം എന്താണെന്നാണ്, ഇൻകൺസിസ്റ്റൻറ്റ് സിസ്റ്റം ആണെന്നാണ് പ്രൂവ് ചെയ്യുന്നത്. സോ സപ്പോസ് ദാറ്റ് AX ഈക്വൽ ടു B ഈസ് കൺസിസ്റ്റൻറ്റ്, കോൺവേഴ്സ് ആണ് നമ്മൾ പ്രൂവ് ചെയ്യുന്നത്. സോ സപ്പോസ് നമ്മൾ എന്ത് ചെയ്തു, AX ഈക്വൽ ടു B എന്ന് പറഞ്ഞത് കൺസിസ്റ്റൻ്റ് ആണ്. ദെൻ ഇഫ് ദി റാങ്ക് ഓഫ് A ഈക്വൽ ടു R ആണ്, റാങ്ക് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ R ആണ്. ദി ജനറൽ സൊല്യൂഷൻ ഓഫ് ദി സിസ്റ്റം AX ഈക്വൽ ടു B ഹാസ് n-r പാരാമീറ്റേഴ്സ്. n-a റാങ്ക് ഓഫ് A R ആണെങ്കിൽ നമുക്ക് എന്ത് പറയാം, അതിൻ്റെ n-r ആയിരിക്കും അതിനെന്ത് പാരാമീറ്റർ വരിക. സിൻസ് A ഈസ് ആൻ m/n മെട്രിക്സ്, R ഈക്വൽ ടു റാങ്ക് ഓഫ് A ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം m, n. നമ്മൾ പറഞ്ഞിട്ടുണ്ട് മിനിമം ഓഫ് m, n എന്ന് പറഞ്ഞൊരു ഇക്വേഷൻ ഉണ്ട്. ആൻഡ് സോ നമുക്ക് എന്ത് പറയാം, റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, R ആണ്. സോ R ഈസ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു മിനിമം ഓഫ് m, n ആണ്. മിനിമം ഓഫ് m, n പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ മീനിങ്, m ആണോ n ആണോ ചെറുതെന്നാണ്. അപ്പോൾ m ലെസ് ദാൻ n-ൽ m ആണ് എന്ത് വരുന്നത്, മിനിമം വരുന്നത്. ഇനി നമ്മൾ എന്ത് ചെയ്യുക, രണ്ട് സൈഡിലും n കൊണ്ട് മൈനസ് ചെയ്ത് കൊടുക്കുക. സോ n മൈനസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ, നേരത്തെ ഇരിക്കും, n മൈനസ് ആർ ഈസ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു n മൈനസ് m എന്ന് വരും. ഓക്കെ, ഈസ് ഗ്രേറ്റർ ദാൻ 0. This means that the general solution has at least one parameter and hence there are infinitely many solutions. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ജനറൽ സൊല്യൂഷൻ ആണ്. ആ ജനറൽ സൊല്യൂഷനിൽ അറ്റ്ലീസ്റ്റ് വൺ പാരാമീറ്ററിലെങ്കിലും നമുക്ക് ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ് കിട്ടി, എന്തായാലും കിട്ടും, നമുക്ക് കിട്ടി. ഓക്കെ, അതായത് ഒരു ജനറൽ സൊല്യൂഷനിൽ അതെന്തായാലും എന്താ, n മൈനസ് ആർ എന്ന് പറഞ്ഞാൽ n-m വലുതാണ്, അത് 0 വലുതാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇസ് ജനറൽ സൊല്യൂഷൻ ആസ് അറ്റ്ലീസ്റ്റ് വൺ പാരാമീറ്റർ ആൻഡ് ഹെൻസ് ദർ ആർ ഇൻഫിനിറ്റ്ലി മെനി സൊല്യൂഷൻസ്. The next problem, what can you say about the solutions of a system AX equal to B of 9 equations in 6 unknowns in which A has a rank R equal to 4? അത് ഈ സിസ്റ്റത്തിനെ കുറിച്ച് എന്താ പറയാനുള്ളത്, അതായത് AX ഈക്വൽ ടു B എന്ന് പറഞ്ഞ സിസ്റ്റമാണ്. അതിൽ 9 ഇക്വേഷൻസ് ഉണ്ട്, 6 അൺനോൺസ് ഉണ്ട്. 9 ഇക്വേഷൻസും 6 അൺനോൺസും. റാങ്ക് എന്ന് പറഞ്ഞാൽ R ഈക്വൽ ടു 4 ആണ്. അപ്പോൾ 9 ഇക്വേഷനും 6 അൺനോൺസ് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താ, നമ്പർ ഓഫ് ഇക്വേഷൻ നമ്പർ ഓഫ് അൺനോൺസിനേക്കാളും കൂടുതലാണ്. സോ നമുക്ക് എന്ത് പറയാം, ഇറ്റ് ഈസ് ഓവർ ഡിറ്റർമൈൻഡ് കേസാണ്. ഇറ്റ് ഈസ് ഓവർ ഡിറ്റർമൈൻഡ് കേസ്. ഓവർ ഡിറ്റർമൈൻഡ്. അപ്പോൾ ഓവർ ഡിറ്റർമിൻഡ് ആകുമ്പോൾ എന്തായിരിക്കും, സിസ്റ്റം ഇൻകൺസിസ്റ്റൻ്റ് ആണ്. സം വെക്റ്റേഴ്സ് B in R9, നമ്മൾ നേരത്തെ തിയറം പറഞ്ഞ പോലെ RM-ൽ. സോ R9 ഇതിൽ എന്താണ്, നമ്മുടെ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റൻ്റ് ആണ്. ഓൾസോ ഫോർ എനി സച്ച് B ദാറ്റ് നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് ഇൻ ജനറൽ സൊല്യൂഷൻ. നമ്പർ ഓഫ് പാരാമീറ്റേഴ്സ് എങ്ങനെ കണ്ടെത്താം, നമുക്ക് നമ്പർ ഓഫ് കോളം വെക്റ്റേഴ്സ് നമുക്കറിയാം, റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞത് നമുക്കറിയാം. സോ 6 - 4 = 2 ആണ് എന്ത്, നമ്മുടെ നള്ളിറ്റി എന്ന് പറഞ്ഞത്. അതല്ലേ നമ്പർ ഓഫ് പാരാമീറ്റേഴ്സും. ഇനി അതേപോലെ അടുത്ത ക്വസ്റ്റ്യൻ ഇതേപോലെ തന്നെ AX equal to B ആണ്, 4 ഇക്വേഷനും 6 അൺനോൺസും. അപ്പോൾ അതെന്താണ്, ഓവർ ഡിറ്റർമൈൻഡ് ആണ്. റാങ്ക് ഓഫ് A 3 ആണ്. സോ നമുക്ക് എന്ത് പറയാം, റാങ്ക് ഓഫ് A എന്ന് പറഞ്ഞ നള്ളിറ്റി ഓഫ് A എന്ന് പറഞ്ഞത് 3 ആണ്. ഓക്കെ, അതെന്താണ്, ഓവർ അല്ല, അണ്ടർ ഡിറ്റർമൈൻഡ് ആണ്. അണ്ടർ ഡിറ്റർമൈൻഡ് സിസ്റ്റം ആണ്. Then അടുത്ത പ്രോബ്ലം, വാട്ട് കണ്ടീഷൻസ് മസ്റ്റ് ബി സാറ്റിസ്ഫൈഡ് ബൈ B1, B2, B3, B4 ആൻഡ് B5 ഫോർ ദി ഫോളോയിങ് ലീനിയർ സിസ്റ്റം ടു കൺസിസ്റ്റൻറ്റ്. അത് കൺസിസ്റ്റൻ്റ് ആവാൻ നമ്മൾ എന്ത് കണ്ടീഷൻസാണ് സാറ്റിസ്ഫൈ ചെയ്യുകയാണ്. അപ്പോൾ 5 ഇക്വേഷൻസ് തന്നിട്ടുണ്ട്. x1 - 2x2 = B1, x1 - x2 = B2, x1 + x2 = B3, x1 + 2x2 = B4, x1 + 3x2 = B5. ഇൻ മെട്രിക്സ് നൊട്ടേഷൻ, ഇത് മെട്രിക്സ് നൊട്ടേഷനിൽ എഴുതുമ്പോൾ നമുക്ക് എന്ത് കിട്ടും, AX equal to B എന്ന് പറഞ്ഞ സിസ്റ്റം വരും. അപ്പോൾ A എന്ന് പറഞ്ഞത് എന്തായിരിക്കും, ഫസ്റ്റ് 1 - 2 1 - 1 1 1 1 2 ആൻഡ് 1 3 ഇങ്ങനെ ആയിരിക്കും നമ്മളുടെ A എന്ന് പറഞ്ഞ മെട്രിക്സ് വരിക. X എന്ന് പറഞ്ഞാൽ x1 x2
ആൻഡ് അടുത്ത പറഞ്ഞാൽ B1 B2 B3 B4 B5. സോ x1 x2 B1 അപ്പോൾ AX ഈക്വൽ ടു B എന്നുള്ള രൂപത്തിൽ വന്നു. സിൻസ് ദി നമ്പർ ഓഫ് ഇക്വേഷൻസ് എന്താ എത്രയാണ് 1 2 3 4 5 ആണ്. സോ നമ്പർ ഓഫ് ഇക്വേഷൻസ് 5 ആണ്. നമ്പർ ഓഫ് അൺനോൺസ് എത്രയാണ് 2. സോ ഇസ് ഓവർ അതെന്തായിരിക്കും greater than over determined ആണ്. It is over determined. And the given system cannot be consistent for all values of B. നമുക്ക് എന്ത് പറയാം, അത് എല്ലാ വാല്യൂസ് ബിയിലെ എല്ലാ വാല്യൂസിനും എന്തല്ല കൺസിസ്റ്റൻ്റ് അല്ല, കനോട്ട് ബി കൺസിസ്റ്റൻ്റ് അല്ല, ഏതെങ്കിലും അറ്റ്ലീസ്റ്റ് ഒരു വാല്യൂസിനെങ്കിലും ഇൻകൺസിസ്റ്റൻറ്റ് വരും. സോ ദി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് ദി ഗിവൺ സിസ്റ്റം. അപ്പോൾ നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതി എയും ബിയും കൂടിയിട്ട് ചേർത്ത് എഴുതുന്നതിന് നമ്മൾ ഓഗ്മെൻറ്റഡ് മെട്രിക്സ് എഴുതാം. അങ്ങനെ എഴുതി ഹിയർ ഫസ്റ്റ് എലമെൻറ്റ് ഓഫ് ദി ഫസ്റ്റ് റോ ഈസ് ലീഡിങ് 1. ഇവിടെ 1 ആണ് വന്നിരിക്കുന്നത്. ബാക്കി എന്ത് ചെയ്യുക, നമ്മൾ 0 ആക്കുക, ഈ ടേംസൊക്കെ 0 ആക്കുക. അത് ഞാൻ പറയണ്ടല്ലോ, നിങ്ങൾക്ക് അറിയണല്ലേ. എന്നിട്ട് നമ്മൾ അതിനെ റോ ഐക്കൺ ഫോമിലേക്ക് മാറ്റി വരികയാണ് ചെയ്യുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ ഈ രണ്ടെണ്ണത്തിൽ നമ്മൾ എന്ത് ഓപ്പറേഷൻസ് ചെയ്യണോ അടുത്ത് നമ്മൾ ചെയ്യുമ്പോൾ എന്താ ചെയ്യുക, അടുത്ത് ചെയ്യുമ്പോൾ ഇവിടെ ഓൾറെഡി 1 ആണ്, ഇവിടെയൊക്കെ എന്താക്കുക 0 ഒക്കെ നോക്കിയാൽ മതി. അപ്പോൾ അങ്ങനെ നമ്മൾ ഓപ്പറേഷൻസ് ചെയ്യുമ്പോൾ നമുക്ക് എന്ത് വരും, അത് ഈ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെയും ബാധിക്കും. അങ്ങനെ ഓഗ്മെൻറ്റഡ് മെട്രിക്സിനെ ബാധിക്കുമ്പോൾ നമുക്കിപ്പോൾ ഒരു ഐഡൻറ്റിറ്റി എലമെൻറ്റ് കിട്ടി. നമ്മളുടെ മെട്രിക്സ് എന്ത് വരും, ഇങ്ങനെയാണ് വരിക ഓഗ്മെൻറ്റഡ് മെട്രിക്സ്. ദെൻ വിച്ച് ഈസ് റോ ഇക്വൽ ടു ദി ഓഗ്മെൻറ്റഡ് മെട്രിക്സ് ഓഫ് ദി ഗിവൺ സിസ്റ്റം. ഇതിൽ നമുക്ക് B1 B2 B3 B4 B5 എഴുതാം. B4 B5 സാറ്റിസ്ഫൈ ചെയ്യുന്ന കണ്ടീഷൻസ് എന്തൊക്കെയാണെന്ന് നോക്കാതെ. സോ B1 minus 3B2 plus B3 equal to 0, 3B1 minus 4B2 plus B4 equal to 0, 4B1 minus 5B2 plus B5 equal to 0. സോ ഇവിടെ നോക്കുക എന്ത് വരുന്നുള്ളൂ, B1 B2 എല്ലാത്തിലും ഉണ്ട്. ബാക്കിയൊക്കെ എന്താണ് B3 B4 B5 നമ്മൾ എല്ലാ ഓരോന്നിലും ആഡ് ചെയ്ത് കൊടുത്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിനെ സോൾവ് ചെയ്യാം. ഓക്കെ, ആ സിസ്റ്റത്തിനെ നമ്മൾ സോൾവ് ചെയ്യാം. അങ്ങനെ സോൾവ് ചെയ്തിട്ട് നമുക്ക് എന്ത് വരും, ഇത് വേറൊരു മെട്രിക്സ് ആയിട്ട് വന്നു അല്ലേ. 2 -3 1 3 -4 ആൻഡ് 0 അങ്ങനെ വന്നിട്ട് നമുക്ക് വേറൊരു മെട്രിക്സ് ഫോം ചെയ്തു. ഇനി നമ്മൾ ആ മെട്രിക്സിന് എന്ത് ചെയ്യുക, റോ ഐക്കലൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്യാൻ നിങ്ങൾക്കറിയാം. സോ അതാണ് ഞാനതിവിടെ എഴുതാത്തത്. ഓരോ ടേംസും മൾട്ടിപ്ലൈ ചെയ്തിട്ട് ആഡ് ചെയ്തിട്ട് നമ്മൾ എന്ത് ചെയ്യുക, അതിന് റോ ഐക്കലൻ ഫോമിലേക്ക് കൺവേർട്ട് ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇങ്ങനൊരു മെട്രിക്സ് കിട്ടി. ഓക്കെ, ഇങ്ങനൊരു മെട്രിക്സ് കിട്ടി. ദെൻ നൗ ദി തേർഡ് എലമെൻറ്റ് ഓഫ് ദി തേർഡ് റോ ഈസ് ലീഡിങ് 1. ഇവിടെ എന്താണ്, തേർഡ് റോയിലെ തേർഡ് എലമെൻറ്റ് എന്താണ്, ലീഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ ലീഡ് ചെയ്യുന്നുണ്ട്. സോ നമുക്ക് എന്ത് ചെയ്യാം, അത് സെക്കൻഡ് റോയിലേക്ക് കൺവേർട്ട് ചെയ്ത് കൊടുക്കാം. ആഡിങ് 4 times to third row, then to the first row and adding 3. അതായത് നമ്മൾ എന്താ ചെയ്യുന്നത് വെച്ചാൽ ഇവിടെ ഒരു 3 1 -3 -4 ഇതിന് രണ്ടും നമുക്ക് 0 ആക്കി മാറ്റണം. അപ്പോൾ അതിന് 0 ആക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്തു, അവിടെ ഓപ്പറേഷൻ ചെയ്തു. അപ്പോൾ നമുക്ക് എന്ത് കിട്ടി, ഇപ്പോൾ 3/3 രൂപത്തിലൊരു ഐഡൻറ്റിറ്റി മെട്രിക്സ് കിട്ടി. ദെൻ നമ്മളുടെ ഇതാണ് B1 B2 B3 B4 B5 ആണ് അൺനോൺസ് വരുന്നത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്തു, 1 0 0 0 1 0 0 0 1 -5 -4 -2 4 3 1 B1 B2 B3 B4 B5 equal to 0 0 0. ഓക്കെ, ദെൻ അത് സോൾവ് ചെയ്യുമ്പോൾ എന്ത് വരും, B1 minus B4 plus B5 equal to 0 and B2 minus B4 3B5 equal to 0 and 1 B3 minus 2 B4 plus B5 equal to 0 എന്നാണ്. ഓക്കെ, അങ്ങനെ നമുക്ക് 3 ഇക്വേഷൻ കിട്ടും. ആ 3 ഇക്വേഷൻസ് സോൾവ് ചെയ്യുക. അത് സോൾവ് ചെയ്യാൻ നമുക്ക് ഇങ്ങനെ നമുക്ക് B1 B2 B3 എന്ന് പറഞ്ഞാൽ ഇങ്ങനെയാണ് കിട്ടിയത്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യുക, B4നും B5നും 6S എന്ന് വെച്ച് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. എന്നിട്ട് B1ൻ്റെയും B2ൻ്റെയും B3ൻ്റെയും വാല്യൂ കണ്ടെത്തി. അപ്പോൾ നമുക്ക് എന്ത് പറയാം, ഈ സിസ്റ്റം ഈസ് കൺസിസ്റ്റൻ്റ് എന്ന് പറയാം. ഓക്കെ, അപ്പോൾ ഓവർ ഡിറ്റർമൈൻഡിൽ നമ്മുടെ സിസ്റ്റം എന്താണ്, കൺസിസ്റ്റൻ്റ് ആണെന്ന് പറയാം. അപ്പോൾ നിങ്ങൾ എന്തായാലും ഓവർ ഡിറ്റർമൈൻഡും അണ്ടർ ഡിറ്റർമൈൻഡും നല്ലോണം പഠിക്കുക. അപ്പോൾ അതിൻ്റെ കൺസെപ്റ്റ് ക്ലിയർ ആക്കുക, എന്നിട്ട് പ്രോബ്ലം ചെയ്ത് നോക്കാം. ഓക്കെ, താങ്ക് യു.